3 സോണായിട്ട് തിരിക്കുന്നതിൽ ഓരോ സോണിലെയും റീഡിംഗ് എടുത്ത് കാണാം. പിന്നെ ടോട്ടൽ റീഡിംഗ് കൊടുക്കുക. ഏതെങ്കിലും ഒരു ദിവസം സമയത്ത് ഫിക്സ് ചെയ്യാം. നാളെ രാവിലെ 11:04 ഒരു 10 മണിന്ന് തീരുമാനിച്ചാൽ 10 AM. അതല്ല ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് 8 AM തീരുമാനിക്കാം. 8 AM KWH എത്ര, KWH T1 അഥവാ സോൺ 1 എത്ര, പിന്നെ KWH സോൺ 2 എത്ര, T2 എന്ന് പറയും, പിന്നെ T3 എത്ര. ഇങ്ങനെ 4 റീഡിങ് എടുക്കണം ദിവസവും, ഏതെങ്കിലും ഒരു സമയം. അതേ സമയം തന്നെ വീണ്ടും അടുത്ത ദിവസം എടുക്കണം. നമുക്ക് ഒരു ദിവസം അറിയാൻ പറ്റും. ഇത് 10/4/25 കണ്ട് ഇന്നത്തെ ഡേറ്റ് ആയി. ടൈം തൊട്ട് മുമ്പ് പോയിട്ടുണ്ട്. അത് കാണാം. ഇപ്പോഴത്തെ വോൾട്ടേജ് അത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ റീഡിങ് ആംബിയർലി. അടുത്തത് എത്ര പവർ ഫാക്ടർ എന്ന് കാണിച്ചു. ഇനി നമുക്ക് കാണാൻ പോണത് KW ആണ്. ഇപ്പൊ 0.81 ലോഡ് ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട്. എഴുതി വെക്കേണ്ടത് അടുത്താണ് 44,073. 44,073 നമ്മളിപ്പോ എടുത്തു. അത് കഴിഞ്ഞിട്ട് T1 റീഡിംഗ് KWH കാണിക്കണം. കിലോ വാട്ട് അവർ എന്ന് പറയുന്നതാണ് വൈദ്യുത യൂണിറ്റ്. ഇത് 16,908 T1 രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെ ഇതുവരെ ഉപയോഗിച്ചാണ് അതിനകത്തോട് 16,908. അത് നമ്മൾ എഴുതി വെച്ചു. അടുത്തത് T2 94,23. പിന്നെ T3 17,742. ഈ 3 റീഡിങ്ങും എടുത്തു വെക്കുക. ഈ 3 റീഡിങ്ങും എടുത്തു കഴിഞ്ഞിട്ട് നമ്മളിവിടെ എഴുതി വെക്കണം. എഴുതി വെക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ് മൊത്തം റീഡിങ് ഇന്ന് വരെയുള്ള റീഡിങ് കിട്ടും. പിന്നെ ഓരോ സോണില് ഇതുവരെ റെക്കോർഡ് ആയിട്ടുള്ള യൂണിറ്റ് മനസ്സിലുണ്ടാവും. അപ്പൊ നാളെ നോക്കുമ്പോ നാളെ രാവിലെ വീണ്ടും 8 മണിക്ക് ഇതേ KWH മാത്രമുള്ള എടുക്കണം എന്ന് വെച്ചാൽ ടോട്ടൽ. പിന്നെ തൊട്ട് പുറകെ KWH T1 എന്ന് വരും. അത് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള സോൺ 1 അത് എഴുതി വെക്കുക. പിന്നെ തൊട്ട് പുറകെ T2 എന്ന് കാണിക്കും. KWH T2 അത് വൈകുന്നേരം 6 മണി മുതൽ അന്ന് രാത്രി 10 മണി വരെ ഉള്ളതാണ്. പിന്നെ T3 കാണിക്കും തൊട്ട് പുറകെ. അത് രാത്രി 10 മണി മുതൽ നേരം വെളുത്ത് 6 മണി വരെ. ഇത് 3 നമ്മ നാളെ രാവിലെ 8 മണിക്ക് എടുക്കും. അപ്പൊ 4 റീഡിങ് നാളെ എടുക്കും. മറ്റേന്ന വീണ്ടും ഇതേ 8 മണിക്ക് വന്ന് ഇതേ 4 റീഡിങ് എടുക്കാം. 8 AM ഡേറ്റ് ഇവിടെ ഈ സൈഡിൽ എഴുതും 12/4. എന്നിട്ട് എടുക്കുമ്പോ കൂട്ടി കുമുലേറ്റീവ് ആയിട്ടാണ് വന്നത്. മറ്റേന്ന 13/4 വീണ്ടും 8 AM ഇതേ റീഡിങ് എടുക്കും. ടോട്ടൽ യൂണിറ്റ് ആദ്യം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓ ദൈവമേ, 4 യൂണിറ്റ് വെച്ചിട്ടാണ് ഈ വീട്ടിൽ ദിവസവും വൈദ്യുതി ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ 3 ദിവസം അടുപ്പിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമ്മുടെ ആവറേജ് 4 യൂണിറ്റ് വെച്ചിട്ടാണ്. ഈ ആവറേജ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഒരു സോണിൽ 1 യൂണിറ്റ്, രണ്ടാമത്തെ സോണിലും 1 യൂണിറ്റ്, രാത്രി സോണിലാണ് 2 യൂണിറ്റ്. കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ, രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെ KWH T1 വന്നു. രണ്ടാമത്തത് T2 എന്ന് പറയുന്നത് വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ രാത്രി 10 മണി മുതൽ നേരം വെളുത്ത് 6 മണി വരെ. ഇത് നോർമൽ റേറ്റാ. രാത്രി 10 മണി മുതൽ നേരം വെളുത്ത് 6 മണി വരെ ഉള്ളത് നോർമൽ റേറ്റ് ആണ്. പക്ഷെ ഇത് വൈകിട്ട് 6 മുതൽ 6 PM മുതൽ 10 PM വരെ പീക്ക് സമയമാണ്. ഈ പീക്ക് സമയത്തിന് വീടുകളിൽ 125%, ഇൻഡസ്ട്രിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 150%. നേരെ മറിച്ച് പകൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഉണ്ടല്ല, പകൽ ഉപയോഗിക്കുന്ന ടോട്ടൽ യൂണിറ്റിന് 90% കറണ്ട് കാശ് കൊടുത്താൽ മതി. എന്താണ് പകല് സോളാറൊക്കെ ഇഷ്ടംമാരെ തൊട്ടടുത്തൊക്കെ ഉണ്ട്, വൈദ്യുതി കൂടുതലാണ്, അതിന്റെ ഒരു ഇളവും കൂടി നമുക്ക് കിട്ടും 90%. അപ്പൊ 90%, 120% രാത്രി നോർമൽ. ഈ 3 സോണിന്റെയും ടോട്ടൽ യൂണിറ്റ് ആണ് ആദ്യം കാണിക്കുന്നത്. ഇനി നമ്മളെങ്ങനെ കുറയ്ക്കണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ സമയങ്ങളിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്, രാത്രി ഉപയോഗിക്കുന്നത് കൂടുതൽ നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാം. എന്നിട്ട് ആവശ്യമില്ലാത്തത് ഏതാണ് 3 ദിവസങ്ങളിൽ ഉപയോഗിച്ചതെന്ന് പതിയെ കണ്ടുപിടിക്കാം. ആവശ്യമില്ലാത്തത് ഒന്ന് ഓഫ് ചെയ്ത് പരീക്ഷിച്ചു നോക്കാം. ആ പിറ്റേ ദിവസം നമുക്ക് സാധാരണ 4 യൂണിറ്റ് ആയിരുന്നു, അത് 3 യൂണിറ്റായി കുറഞ്ഞു. ഒരു AC നമ്മള് 26 ആക്കി. 18 AC ആണ്. നമുക്ക് ആ വ്യത്യാസം അറിയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇന്നു മുതൽ AC 26 എന്ന രീതിയിൽ സെറ്റ് ചെയ്യുക, ഉപയോഗിക്കുക. അതിന്റെ വ്യത്യാസം നമുക്ക് കാണാം. ഓക്കെ.